ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തന്നെ കൂട്ടുകാരെ കണ്ടോ, നമ്മളെ വീട്ടിലെ കോളാമ്പിപ്പൂ എല്ലാവർക്കും അറിയുന്ന പൂവല്ലേ. പണ്ട് കാലം മുതലേ നമ്മളെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന അടിപൊളിയായ സുഗന്ധമൊക്കെയുള്ള നല്ല മനോഹരമായ പൂ തന്നെ. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം. ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ഇതിൽ ഒരൊറ്റ കോളാമ്പിപ്പൂ വിരിഞ്ഞിട്ടില്ല. മൊട്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമായി പോകും. ഒന്നോ രണ്ടോ പൂ ഇങ്ങനെ പേരിന് വേണ്ടി മാത്രം ഇങ്ങനെ ഉണ്ടായിനെ. ഇത് കണ്ടോ, ഇപ്പോഴത്തെ സൈഡിലും കോളാമ്പിപ്പൂ ഉണ്ട്. അതിലും കണ്ടോ, ഇതിലൊന്നും ഒരു മൊട്ട് ഉണ്ടായതല്ല, അതൊരു പൂ ഉണ്ടായിട്ടില്ല. ഓണം സമയത്ത് നമുക്ക് പൂവിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഒറ്റ പൂ നമുക്ക് ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യലും ഇപ്പോൾ ഇഷ്ടം പോലെ നിറഞ്ഞ് കണ്ടോ, ഓണം കഴിഞ്ഞ വാടി നിറഞ്ഞ് കുത്തി കോളാമ്പിപ്പൂ കണ്ടോ. അതേപോലെ വേണ്ട നമ്മുടെ റോസാപ്പൂ നിറച്ച് റോസാപ്പൂ ആയതുകൊണ്ട് ഇപ്പം കുഞ്ഞ് റോസാപ്പൂ ആയാലും ഇപ്പോൾ റോസാപ്പൂ ഇഷ്ടം പോലെയാണ്. ഓണത്തിൻ്റെ സമയത്ത് ഒരൊറ്റ റോസാപ്പൂ ഉണ്ടായിട്ടില്ല. ഓണം കഴിഞ്ഞാൽ പിന്നെ ഈ പൂക്കളെല്ലാം വിരിഞ്ഞു. ഇതാ അവസ്ഥ. ആവശ്യത്തിന് ഒരു സാധനം ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം വെച്ചാൽ പൂക്കളുടെ സമയത്തല്ലേ ശരിക്കും റോസാപ്പൂ ആയാലും കോളാമ്പൂ ആയാലും ഉണ്ടാവേണ്ടത്. അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല. പേരിന് വേണ്ടി മാത്രം കോളാമ്പിപ്പൂ ഉണ്ടായി, റോസാപ്പൂ ഒന്നും പേരിന് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൂക്കളല്ല ഇനി ഓണം കഴിഞ്ഞ് വിരിയുമ്പോൾ ഞാൻ എല്ലാം എന്താ പറയുക പൊട്ടിച്ച് കളയുന്നു. പക്ഷേ ഇഷ്ടംപോലെ പൂക്കൾ വിരിഞ്ഞ് കാണുമ്പോൾ നമുക്ക് പൊട്ടിച്ച് കളയാൻ തോന്നുന്നു. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ? കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.